നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 17-ാം തീയതി 1201 ആണ്ട് കുംഭമാസം 5-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഇന്ന് അവിട്ടം നക്ഷത്രമാണ്. നക്ഷത്രം ശുഭനക്ഷത്രമാണ്, പക്ഷെ ആഴ്ച നല്ലതല്ല. അപ്പോൾ ചൊവ്വ അത്ര കണ്ട് നല്ല ദിവസമല്ല. അതിലെല്ലാത്തിനേക്കാൾ ഉപരി അന്ന് അമാവാസിയാണ്. കർത്തവാവ്. കർത്തവാവിനാണ് ഏറ്റവും കൂടുതൽ ഒരു മാസത്തിലെ ഏറ്റവും ഇരുട്ട് വ്യാപിക്കുന്ന ദിവസം. കാരണം പ്രപഞ്ചനാഥനായ സൂര്യനിൽ നിന്ന് പോസിറ്റീവ് എനർജിയായ പ്രകാശം വലിച്ചെടുത്ത് ചന്ദ്രൻ പ്രപഞ്ചത്തിന് ദാനം ചെയ്യും. പക്ഷെ അന്ന് നിർജീവമായിരിക്കുന്ന ഒരു ദിവസമാണ് കർത്തവാവ് ദിവസം. അമാവാസി ദിവസവും ചൊവ്വാഴ്ചയും ഒക്കെ കൂടി വന്നിരിക്കുന്ന ഈ ദിവസം ഒട്ടും തന്നെ ശോഭനമല്ല. ഒരു ശുഭകാര്യവും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിപരീത ഫലം വരും. കുംഭമാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ദോഷപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. എന്തൊക്കെ ദോഷങ്ങൾ വരാം? ആക്സിഡൻ്റ് ഉണ്ടാവാം, തീപ്പൊള്ളലേക്കാം, ഇലക്ട്രിസിറ്റിയാൽ അപകടം വരാം, കേസ് വഴക്കുകൾ വരാം, സർജറിക്ക് വിധേയമാവാം. ഇതൊക്കെ ഉണ്ടാവാനിടയുള്ള വർഷമാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ അതിജീവിച്ച് പോവാം? എന്തായാലും നമുക്ക് വന്നു. അപ്പോൾ ഈ മാസത്തിൽ ജനിച്ചവർക്ക് ഈ ദിവസം അനുകൂലപ്രദമല്ലാത്തത് കൊണ്ട് അതിനെ നമുക്ക് അതിജീവിച്ച് പോകാനുള്ള മാർഗം നേടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ചൊവ്വയുടെ ദേവത എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ്, മുരുകനാണ്. മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. അപ്പം മുരുകനെ പ്രീതിപ്പെടുത്തത്തക്ക രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തണം. അതിനൊപ്പം തന്നെ ശ്രീമുരുക യന്ത്രം അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഈ മാസത്തിൽ ജനിച്ചവർക്ക് മാത്രം മതി. ഒരു വർഷം കിട്ടിയാൽ മതി. അപ്പോൾ അത് കഴിയും. അതിനൊപ്പം ഈ പരിഹാരം ചെയ്ത് പ്രാർത്ഥനയോ നിരതരായിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് രാഹുകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. 3 മണി മുതൽ 4 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് 3:34 തുടങ്ങുകയുള്ളൂ. 5 മണി 2 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ ഒരു ശുഭകാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും. അത് ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 12:39 തൊട്ട് 2:06 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 9:43 തൊട്ട് 11:11 വരെയും. അപ്പോൾ ഈ സമയം നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കണം. അതുപോലെ ഇന്നും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അഭിജിത്ത് മുഹൂർത്തം എടുക്കാവൂ. അഭിജിത്ത് മുഹൂർത്തം 12 മണി 15 മിനിറ്റ് തൊട്ട് 1 മണി 3 മിനിറ്റ് വരെ. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ചുവന്ന വസ്ത്രമോ ചുവന്ന മിക്സായിട്ടുള്ള വസ്ത്രമോ അല്ലെങ്കിൽ ചുവപ്പ് കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുകയൊക്കെ ചെയ്യുന്നത് നമ്മളിലേക്ക് ചൊവ്വയുടെ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാനും നമ്മളിലുള്ള നെഗറ്റീവ് പുറന്തള്ളാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.